ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് മുടക്കം വരാൻ പല കാരണങ്ങളുണ്ട്. സിനിമ ഉണ്ടായ കാലം മുതലേ സിനിമാ ഷൂട്ടിങ്ങിന് തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാരണം മഴയാണ്. ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോണത് 94 മാഗസീനിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇതിൽ മഴ കാരണം കുറേ സിനിമകൾ മുടങ്ങിപ്പോയത് അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥകളും അതിനെക്കുറിച്ചാണ്. അപ്പോൾ അത് ഏതൊക്കെ സിനിമകളാണെന്നുള്ളത് ഞാൻ വായിക്കാം. ഇത് 94 ജൂലൈ മാസത്തിലെ ഞാനയുടെ ഒരു ആർട്ടിക്കിളാണ്. ഇതിലെ ഹെഡിങ് ഇങ്ങനെയാണ്: മഴയുടെ മാന്ദ്യം നിർമ്മാണ രംഗത്ത്. മഴയുടെ മാന്ദ്യം ഈ ആഴ്ചയും മലയാള ചലച്ചിത്ര നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. മഴക്കാലത്തിന് മുമ്പ് മുടങ്ങിയ ചിത്രങ്ങളിൽ പലതും ഈ ആഴ്ചയും ഷൂട്ടിംഗ് പുനരാരംഭിക്കുവാൻ സാധ്യതയില്ല. എം.എ. വേണു സംവിധാനം ചെയ്യുന്ന ചകോരം, സുരേഷ് ബാബുവിൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ്, വേണു പി നായരുടെ കീർത്തനം തുടങ്ങിയവയാണ് മുടങ്ങിയ ചിത്രങ്ങൾ. മഴ മാറിക്കിട്ടിയാൽ ആരംഭിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ അനിൽ ബാബുവിൻ്റെ ജൂബിലന്റ് ചിത്രം, ഗുഡ് നൈറ്റിന് വേണ്ടി പ്രിയദർശൻ ചിത്രം, ഷാജി കൈലാസ് രഞ്ജി പണിക്കർ ടീമിൻ്റെ അക്ബർ നിർമ്മിക്കുന്ന ചിത്രം, സുരേഷ് ഉണ്ണിത്താൻ്റെ പുതിയ ചിത്രം, സുരേഷ് ബാബുവിൻ്റെ പ്രായിക്കര പാപ്പാൻ, റോയ് പി തോമസിൻ്റെ ചിത്രം എന്നിവയാണ്. അപ്പോൾ ഇത്രയും സിനിമകൾ മഴ കാരണം പ്രശ്നമായി കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എം.എ. വേണുവിൻ്റെ ചകോരം എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ അത് ഷൂട്ടിംഗ് മുടങ്ങിയതാണ്, തുടങ്ങിയിട്ട് മഴ കാരണം മുടങ്ങിയതാണ്. ചകോരം എം.എ. വേണു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത അദ്ദേഹം പത്മരാജൻ ഭരതൻ അവരുടെ ഒരു ക്യാമ്പിൽ നിന്ന് വന്നാണ്. ലോഹിദാസിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ്. മുരളി, ശാന്തികൃഷ്ണ, മാമുക്കോയ, സുധീഷ് ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ കുറേ അത് കഴിഞ്ഞ് മുടങ്ങിക്കഴിഞ്ഞ് എനിക്ക് 94 കൃത്യം എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സിനിമ ഒരു നവംബറിലാണോ അത് എന്തായാലും തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഇതിലൊരു ഹർത്താലോ പണിമുടക്കോ ഒക്കെ ഉള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. എന്തായാലും ആ സിനിമ തിയേറ്ററിൽ നിന്ന് പരാജയമായിരുന്നു. ലോഹിദാസിന് അതിൻ്റെ പരാജയം ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. ലോഹിദാസ് വളരെ പ്രതീക്ഷയോടുകൂടി ലോഹിദാസിൻ്റെ ഒരു ശിഷ്യനെ പോലെ, അടുത്ത സുഹൃത്തിനെ പോലെയാണ് എം.എ. വേണു. എം.എ. വേണുവിന് ഡേറ്റ് കൊടുത്തതായിരുന്നു, ലോഹിദാസ് സ്ക്രിപ്റ്റ് കൊടുത്ത. പക്ഷേ അതിൽ അവാർഡ്സ് കിട്ടി. എനിക്ക് ശാന്തികൃഷ്ണയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡൊക്കെ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു സിനിമ തന്നെയായിരുന്നു അത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ സിനിമയുടെ ഒരു റിലീസ് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞതാണ്. എന്തായാലും ആ ഒരു സിനിമ കുറച്ച് വൈകി, ഈ പറഞ്ഞ ഷൂട്ട് കാരണം വൈകി. പിന്നെ സുരേഷ് ബാബുവിൻ്റെ ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ്, ആ സിനിമ ഇതിപ്പോൾ 94 ജൂലൈയിലാണ് മുടങ്ങിപ്പോയതാണ് പറയണത്. എൻ്റെ ഒരു അറിവിൽ ആ സിനിമ 95 ക്രിസ്മസിനാണ് തിയേറ്ററിലെത്തിയത്. അപ്പോൾ അത്രയും ഡിലേ വന്നിട്ടുണ്ട്. ഡെന്നിസ് ജോസഫിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഡെന്നിസ് ജോസഫാണ് സുരേഷ് ബാബുവിന് ഹിറ്റ് കൊടുത്തിട്ടുള്ളത്, കോട്ടയം കുഞ്ഞച്ചൻ. ഈ ഒരു സിനിമ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ബാബു ആൻ്റണിയുടെ പ്രതാപകാലമാണ്. അപ്പോൾ ബാബു ആൻ്റണി ഉണ്ടെങ്കിൽ കുറച്ചൊരു ബിസിനസ്സോ, കാരണം സുരേഷ് ബാബു തന്നെയാണ് ബാബു ആൻ്റണിയുടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ ഉപകണ്ഠം ബ്രദേഴ്സൊക്കെ സുരേഷ് ബാബുവാണ് ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് കൂടിക്കാഴ്ച എന്ന് പറയുന്ന സിനിമയിൽ ബാബു ആൻ്റണി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടയം കുഞ്ഞച്ചൽ ബാബു ആൻ്റണി വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ബാബു ആൻ്റണിയെ വില്ലനായിട്ടും ഹീറോ ആയിട്ടൊക്കെ അഭിനയിപ്പിച്ചിട്ടുള്ള ആളാണ് സുരേഷ് ബാബു. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് ബാബു ആൻ്റണി ഉണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ കുറച്ച് കൂടുതൽ കിട്ടും എന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് ബാബു ആൻ്റണിയെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. പക്ഷേ മുരളിയും ഗണേഷനൊക്കെയാണ് അതിലൊരു പ്രധാന റോള് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ആ സിനിമ കുറേ ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 വർഷത്തോളമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ പടം ഷൂട്ട് തുടങ്ങിയ ശേഷം ഇറങ്ങിയത്. പിന്നെ വേണു പി നായരുടെ കീർത്തനം, മുകേഷൊക്കെ അഭിനയിച്ച സിനിമയാണ്. ഈ ഒരു സിനിമയും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 95 തിയേറ്ററിൽ എത്തിയിട്ടുള്ളത്. പിന്നെ മഴ മാറിക്കിട്ടിയാൽ ആരംഭിക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങൾ എന്ന് പറഞ്ഞു, അതിൽ അനിൽ ബാബുവിൻ്റെ ജൂബിലന്റ് ചിത്രം, അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുശേഷം അനിൽ ബാബു കുറേ സിനിമകൾ ചെയ്തു. ഗുഡ് നൈറ്റിന് വേണ്ടി പ്രിയദർശൻ്റെ ചിത്രം, ഇത് എനിക്ക് തോന്നുന്നത് മിന്നാരമാണ്. കാരണം ഇത് ജൂലൈ ആണ്, ആ ഓണം എന്ന് പറയുന്നത് സെപ്റ്റംബറാണ്. അപ്പോൾ തുടങ്ങി 60 ദിവസത്തിനുള്ളിൽ ആ സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ പോലും ഈ സിനിമ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം മിന്നാരത്തെക്കുറിച്ച് ഗുഡ് നൈറ്റ് മോഹൻ പറഞ്ഞിരുന്ന, ഗുഡ് നൈറ്റ് മോഹൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ദിവസം അന്നൊക്കെ തിയേറ്റർ ഒരിക്കൽ ചാർട്ട് ചെയ്യും. സിനിമ ഉണ്ടോ ഇല്ലെന്നുള്ള ഉപരിയല്ല, എല്ലാ തിയേറ്റേഴ്സും ഗുഡ് നൈറ്റ് ചാർട്ട് ചെയ്ത് വയ്ക്കും ഓണത്തിനും വിഷുവിനും ഒക്കെ. അപ്പോൾ ഓണത്തിന് റെഗുലർലി ഇവരുടെ സിനിമ കൊടുക്കണം. ഓണത്തിന് തിയേറ്റേഴ്സ് ചോദിച്ചു തുടങ്ങി, ഇവരുടെ അടുത്ത് ഗുഡ് നൈറ്റ് ഫിലിംസിൽ വിളിച്ചു തുടങ്ങിയിട്ട് പറഞ്ഞു സിനിമ നമുക്ക് വേണം, നമുക്ക് അനൗൺസ്മെൻറ്റ് നടത്തണം, പോസ്റ്റർ ടിക്കറ്റ്, കുറേ കാര്യങ്ങൾ അന്ന് അങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്നൊരു സിനിമ ചെയ്യണം. അപ്പോൾ നേരെ പ്രിയദർശനെ വിളിച്ചു. അപ്പോൾ പ്രിയദർശൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, മോഹൻലാലിനെയും ശോഭനേനെയും വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരാൻ പറയൂ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. അപ്പോൾ സ്ക്രിപ്റ്റും കഥയും ഒന്നുമില്ല. എന്നിട്ട് ട്രെയിനിലിരുന്നും ആ ഒരു യാത്രയിലാണ് പ്രിയദർശൻ ഒരു ബേസിക് പ്ലോട്ട് ഉണ്ടാക്കി അവിടെ എത്തി ഷൂട്ട് തുടങ്ങി എല്ലാം തീർത്ത് പടം തിയേറ്ററിൽ എത്തിച്ചു. അതാണ് മിന്നാരം. കാരണം ഇതിന് മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് സൈന്യം എന്ന് പറയുന്ന സിനിമ ഈ പറയുന്ന ജൂലൈ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിയാറായി, ലാസ്റ്റ് ഷെഡ്യൂളാണ്. സൈന്യം ഷൂട്ട് തീർന്നിട്ടാണ് മിന്നാരത്തിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. പക്ഷെ 2 സിനിമയും ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം എന്തായാലും പ്രിയദർശൻ്റെ ആ ഒരു ഗുഡ് നൈറ്റ് ഒരു സിനിമ, അവരുടെ ഒരു സിനിമ എന്ന് പറയണത്
അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഇത് മിന്നാരത്തിനെ കുറിച്ചാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ ചെയ്തിട്ടുള്ള കാലാപാനിയാണ്. പക്ഷെ കാലാപാനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കാലാപാനിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ സ്ഫടികത്തിന്റെയും ഷൂട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ ഗുഡ് നൈറ്റ് ഫിലിംസ് തന്നെയാണ്, ഗുഡ് നൈറ്റ് പ്രൊഡക്ഷൻ തന്നെയാണ്, മോഹൻലാൽ അഭിനയിച്ച സിനിമകൾ തന്നെയാണ്. പിന്നെ ഇതിൽ അടുത്ത ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മഴ മാറിയിട്ട് തുടങ്ങാൻ നിൽക്കുന്ന ഒരു സിനിമ ഷാജിക്കല സെഞ്ചി പണിക്കർ ടീമിന്റെ അക്ബർ നിർമ്മിക്കുന്ന ചിത്രം. ഈ അക്ബർ എനിക്ക് തോന്നുന്നു കിങ് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് അലി മാക് അലി എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിൽ അക്ബർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിന്, അദ്ദേഹത്തിന്റെ കോ പ്രൊഡ്യൂസർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. എന്തായാലും ഷാജിക്കല സെഞ്ചി പണിക്കർ ഒരു സിനിമ അതിനുശേഷം ചെയ്തിട്ടുള്ളത് കിങ് തന്നെയാണ്. അപ്പോൾ കിങ്ങും ഈ പറഞ്ഞ മഴ കഴിഞ്ഞിട്ട് തുടങ്ങാൻ നിൽക്കണം. കിങ് എന്തായാലും ഇറങ്ങിയത് തോന്നുന്നു എനിക്ക് തോന്നുന്നു അക്ബർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ കൂടി ചെയ്യാൻ പിന്നീട് അത് മാക് അലി ഏറ്റെടുത്തിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് സിനിമ ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഇത് ജൂലൈയിലാണ് 94, 95 ഒക്ടോബറിലാണ് കിങ് എന്തായാലും തിയേറ്ററുകളിൽ എത്തിയിട്ടുള്ളത്. പിന്നെ സുരേഷ് ഉണ്ണിത്താന്റെ പുതിയ ചിത്രം, അത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ സുരേഷ് ബാബുവിന്റെ തന്നെ പ്രായിക്കര പാപ്പൻ, അതും 95 ഇറങ്ങിയത്. 95 വിഷുവിനാണ് പ്രായിക്കര പാപ്പൻ ഇറങ്ങിയത്. അപ്പൊ പ്രായിക്കര പാപ്പൻ ഈ പറഞ്ഞ ജൂലൈ മഴ മാറി തുടങ്ങുന്നു, 95 റിലീസാവുന്നത്. പിന്നെ റോയ് പി തോമസിന്റെ ചിത്രം, അദ്ദേഹം ഒരു ആർട്ട് ഡയറക്ടറാണ്, അദ്ദേഹം സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അത് പാവം അയ്യവാച്ചൻ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അതും 95 പിന്നെ തിയേറ്ററുകളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ജഗദീഷും സിദ്ദിഖിന്റെ ഇന്നസെന്റ് ഒക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയും സിനിമകളാണ് ഈ മഴ കാരണം ബാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ കിന്നരിപ്പുഴയോരം എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ അതും ഇതിന്റെ കൂടെ വായിക്കാം. കിന്നരിപ്പുഴയോരം ഊട്ടിയിലേക്ക് അനുഗ്രഹ സിനി ആർട്സിന്റെ ബാനറിൽ VBK മേനോൻ നിർമ്മിക്കുന്ന ഹരിദാസിന്റെ കിന്നരിപ്പുഴയോരത്തിന്റെ ഷൂട്ടിംഗ് ഷൊർണൂരിൽ പുരോഗമിക്കുന്നു. മഴക്കാലത്തിന് മുമ്പ് ഷൂട്ടിംഗ് ആരംഭിച്ച ഈ ചിത്രം ചില പ്രത്യേക കാരണങ്ങളാൽ നിർത്തിവെക്കേണ്ടതായി വന്നു. അമേരിക്കൻ യാത്ര കഴിഞ്ഞ് ശ്രീനിവാസനും സംഘവും തിരിച്ചെത്തിയതോടെ കിന്നരിപ്പുഴയോരം വീണ്ടും ആരംഭിച്ചു. അതും മഴ ബാധിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ, സിദ്ദിഖ്, പുതുമുഖം, ദേവയാനി, ജനാർദ്ദനൻ, മുകേഷ്, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾ ഇവരെല്ലാവരും ഈ ആഴ്ച ലൊക്കേഷനിലുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ കിന്നരിപ്പുഴയോരം ഊട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഏതാനും സീനുകളും ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഗാനരംഗങ്ങളും അടുത്ത ആഴ്ച ഊട്ടിയിൽ വെച്ച് ചിത്രീകരിക്കുന്നതാണ്. പ്രിയദർശന്റെ കഥയെ ആസ്പദമാക്കി ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. നിർമ്മാതാവ് മേനോൻ, ഗിരീഷ് പുത്തഞ്ചേരി എന്നിവർ ലൊക്കേഷൻ തന്നെയുണ്ട്. ഇതിൽ വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ VBK മേനോൻ പ്രൊഡ്യൂസറും ഇതിൽ അഭിനയിക്കുന്നവരെല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രിയദർശന്റെ കഥയാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി. ഹരിദാസ്, കോഴിക്കോട് ഹരിദാസ് എന്ന് വിളിക്കാറുണ്ട് സിനിമാക്കാർ, ഹരിദാസ് കേശവൻ, അദ്ദേഹമാണ് പിന്നീട് ഇന്റർപ്രസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ കോഴിക്കോട് സൗഹൃദ കൂട്ടായ്മ ഗിരീഷ് പുത്തഞ്ചേരി, രഞ്ജിത്ത് ഇവരുടെയൊക്കെ സുഹൃത്താണ്. ദേവാസുരൊക്കെ ശരിക്കും അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്യാൻ ഇരുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് മാറി ഈ വിശേഷിയിലേക്കൊക്കെ എത്തിയത്. എന്തായാലും ഈ കിന്നരിപ്പുഴത്തെ കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം കൂടി ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പണ്ട് പ്രിയദർശന്റെ മനസ്സിലൊരു കഥയാണ്. അന്ന് പ്രിയദർശൻ മോഹൻലാലിനെയും ശ്രീനിവാസനെയും വെച്ച് ആലോചിച്ച ഒരു കഥയായിരുന്നു. പിന്നീട് അത് മാറി മോഹൻലാലിന്റെ റോള് ശ്രീനിവാസനും വെച്ചിരുന്ന റോളോട്ട് പിന്നീട് അത് സിദ്ദിഖുമാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഈ കിന്നരിപ്പുഴയോരം ഈ ഒരു ഓണത്തിന് തന്നെ റിലീസായി. അപ്പോൾ സൈന്യവും കിന്നരിപ്പുഴയോരും ഷൂട്ടിൽ കഴിയാറാകുമ്പോഴാണ് മിന്നാരം തുടങ്ങണതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എന്തായാലും ഈ എല്ലാ സിനിമകളും കൂടി ഒരുമിച്ചാണ് ആ ഒരു ഓണത്തിന് ഇറങ്ങിയത്. ഓണം വിന്നർ ശരിക്കും ഏതായിരുന്നു ചോദിച്ചാൽ തന്നെ സൈന്യം ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു, കളക്ട് ചെയ്തു. മിന്നാരവും അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്, അതും കളക്ട് ചെയ്ത സിനിമയാണ്. കിന്നരിപ്പുഴയോരം വലിയൊരു ബഡ്ജറ്റ് അല്ല, പക്ഷെ സൂപ്പർ ഹിറ്റായ സിനിമയാണ്. പിന്നെ ദാദ എന്ന് പറയുന്ന ബാബുവാനിയുടെ സിനിമയുണ്ട്. അപ്പുറത്ത് പാളയം എന്ന് പറയുന്ന ഒരു സിനിമയും വന്ന് തിയേറ്ററിലുണ്ടായിരുന്നു. പാളയവും അത്യാവശ്യം ഹിറ്റായ ഒരു സിനിമ തന്നെ. ഇതൊക്കെയാണ് ആ ഒരു ഓണം സീസണിലെ സിനിമകൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ സിനിമകളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യുക.